ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സുഖസൗകര്യത്തോടു കൂടിയാണ് നാം ജീവിക്കുന്നത് അല്ലേ? എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. എപ്പോഴെങ്കിലും നമ്മൾ അവരെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനും ലാസറും എന്നൊരു കഥയുണ്ട്. നമുക്ക് കഥയൊന്ന് കേട്ടാലോ? ഒരിടത്തൊരു ധനവാൻ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളും ഇഷ്ടംപോലെ ഭക്ഷണം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ധനവാന്. അയാളുടെ വീട്ടിന് മുമ്പ് ലാസർ എന്ന പേരുള്ള പാവ മനുഷ്യൻ കിടന്നിരുന്നു. ലാസറിനെ ആകെ വണ്ണങ്ങളായിരുന്നു. ആ വണ്ണങ്ങളിൽ നായ്ക്കളെ നക്കും. പാവൻ ലാസർ ധനവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീണ എന്തെങ്കിലും ഒന്ന് കിട്ടാനായിട്ട് ലാസർ കൊതിയോടെ നോക്കിയിരിക്കും. ധനവാനാകട്ടെ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചുപോയി. മാലാഖമാർ വന്ന് ലാസറിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ധനവാൻ മരിച്ചു. പക്ഷേ ധനവാൻ എവിടേക്കാണ് പോയെന്ന് അറിയാമോ? നരകത്തിലേക്ക്. അവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ധനവാൻ കണ്ണുകളായിട്ട് നോക്കി. അപ്പോഴുണ്ടല്ലോ അങ്ങ് ദൂരെ അബ്രഹാമിന്റെ മടിയിൽ സുഖമായി കിടക്കുന്നു നമ്മുടെ ലാസർ. ഉടനെ ധനവാൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ, എനിക്കൊരു തുള്ളി വെള്ളം തരാൻ ലാസറിനെ ഇങ്ങോട്ട് അയക്കണമേ. ഞാൻ ഇവിടെ തീയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് അവൻ കാണുന്നില്ലേ? അബ്രഹാം പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ ലാസറിന്റെ കഷ്ടതകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് എല്ലാ സന്തോഷവും ഉണ്ടായിരുന്നില്ലേ? മാത്രവുമല്ല നമുക്കിടയിൽ വലിയൊരു ഗർഭവുമുണ്ട്. പിന്നെ എങ്ങനെ വരാനാ? ധനവാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ വീട്ടിലേക്ക് നയിക്കാമോ? എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരെങ്കിലും നരകത്തിൽ വരാതെ രക്ഷപ്പെടട്ടെ. മരിച്ചവർ ചെന്നു ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അവർ നന്നായി ജീവിക്കും. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്, അവർ പറഞ്ഞതനുസരിക്കട്ടെ. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് പോകണ്ടേ? അതിനെന്ത് ചെയ്യണമെന്നോ? നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരായി പങ്കുവയ്ക്കണം. പിന്നെയോ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ലാസറിനെ പോലെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.